ഇതാണ് എൻ്റെ ദൈവങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വിളക്കെന്ന് പറയുന്നത് നമ്മൾ ഈ ചെറിയ വിളക്ക് നമ്മൾ ഡെയിലിയും കത്തിക്കുന്നത്, കാലത്തും വൈകുന്നേരം എന്നുള്ള പോലെ കത്തിക്കുന്നത് കേട്ടോ. ഈ വിളക്കിൻ്റെ പ്രത്യേകത, ഈ വിളക്കുണ്ടല്ലോ, ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ് കേട്ടോ കൂടുതൽ കത്തിക്കേണ്ടത്. അത് നമ്മൾ ഏത് ദേവീനെയാണോ കൂടുതൽ, ഇപ്പോൾ ലക്ഷ്മി ദേവിയാണെങ്കിൽ ലക്ഷ്മി ദേവി, അല്ലെങ്കിൽ വരാഹി ദേവി, അതുപോലെ നമ്മൾക്ക് ഏതൊരു ദേവീനോട് അതെന്ന് വെച്ചെങ്കിൽ ആ ദേവീനെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതുപോലെ ഒരു തട്ട് വേണം. ആ തട്ടിൽ നല്ല കഴുകണം. അതേപോലെ അകിലൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞളിൽ വെള്ളം മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പനീർ മിക്സ് ചെയ്യുക. ഇതുണ്ടല്ലോ റോസ് വാട്ടർ, അതോ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് നല്ലോണം കലക്കിയതിന് ശേഷം ആ തട്ടിലും പിന്നെ അകിലുണ്ടല്ലോ, ആ മൺവിളക്ക്, നമ്മളിവിടെ അകിൽ പറഞ്ഞ, അപ്പോൾ മൺവിളക്കിലൊക്കെ അത് നല്ലോണം തേക്കണം. തേച്ചതിന് ശേഷം കല്ലുപ്പ്, ആ വലിയ മണ്ണിൻ്റെ വിളക്കില്ല, അതിൽ ഫുള്ള് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ നമ്മൾ കല്ലുപ്പ് നിറയ്ക്കണം. അതിൻ്റെ മുകളിൽ ഒരു നുള്ള് മഞ്ഞൾ, ഒരു നുള്ള് കുങ്കുമം ഇടുക. അതിന് ശേഷം വെക്കുന്ന ഈ അകിലൊക്കെ അതുപോലെ തന്നെ നമ്മൾ മഞ്ഞൾ, ഞാൻ ഇനി ഒരു വീഡിയോയിൽ കാണിക്കേണ്ടത് നമ്മളെങ്ങനെ അത് റെഡി ആക്കേണ്ടതെന്നുള്ളതൊരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലും അതുപോലെ മഞ്ഞളൊക്കെ തേച്ച് കുങ്കുമൊക്കെ വെച്ചിട്ട് ഈ രണ്ടാമത്തെ അകിലെന്ന് പറയുന്നത് അതിൽ പച്ചരി ഇടണം. പച്ചരിയിൽ മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് ഒരു നുള്ളു മാത്രം ഇടാൻ പാടുള്ളൂ കേട്ടോ, അങ്ങനെ ഇടുക. പിന്നെ മൂന്നാമത്തെ അകിലിൽ നമ്മൾക്ക് നെയ്യോ നല്ലെണ്ണയോ അതുപോലെ നമ്മൾ ഏത് ദീപം കത്തിക്കാൻ വിചാരിക്കുന്നത്, പക്ഷേ വെള്ളിയും ചൊവ്വയും പിന്നെ നെയ്വിളക്ക് കത്തിച്ചാൽ കൂടുതൽ. അപ്പം തിരി എന്ന് പറയുന്നത് വൈറ്റ് തിരിയോ അല്ലെങ്കിൽ മഞ്ഞൾ മിക്സ് ചെയ്ത് തിരി ഉണ്ടാവില്ല, അത് അല്ലെങ്കിൽ ചുവപ്പ് തിരി കത്തിച്ചാലും ദേവിക്ക് നല്ലത്. അതുപോലെ നമ്മൾ കാലത്ത് ബ്രഹ്മമുഹൂർത്തത്തിൽ കത്തിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും 7 മണി, കാലത്ത് 7 മണി, അതേപോലെ വൈകുന്നേരം 6 മണിക്ക് ശേഷം കത്തിക്കുക. അങ്ങനെ കുറച്ച് നമ്മൾ ഏത് ദേവീനെയാണോ വിചാരിക്കുന്നത് ആ ദേവീനെ വിചാരിച്ചിട്ട് ഇതുപോലെ വിളക്ക് കത്തിക്കണം. ഒരു മാസം തുടർന്ന് നമ്മൾ ഒരു മാസം എന്ന് പറയുന്നത് ആഴ്ചയിൽ, ഇപ്പോൾ വെള്ളിയാഴ്ച ആണെങ്കിൽ വെള്ളിയാഴ്ച, ചൊവ്വാഴ്ചയും കത്തിക്കാം കേട്ടോ. അങ്ങനെ വെള്ളിയും ചൊവ്വ അല്ലെങ്കിൽ വെള്ളിയാഴ്ച മാത്രമായിട്ട് അങ്ങനെ ഒരു 41 ദിവസം വരുന്ന പോലെ കണക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫലം കാണും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഞാനത് കേട്ട ഒരു അറിവ് എന്നുള്ള പോലെ, അപ്പം എനിക്കത് ആ വീഡിയോ കണ്ട് കേട്ടതിന് ശേഷം എനിക്കതുപോലെ ചെയ്യണം എന്നൊരു എന്തോ ഒരു ഭയങ്കര, അപ്പം ഞാൻ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് 2 മാസത്തിലും കൂടുതലായിട്ടുണ്ട്. അപ്പം എനിക്കതിൻ്റെ മാറ്റങ്ങൾ നമ്മൾക്ക് ഭയങ്കര മാറ്റങ്ങളൊന്നുമല്ല, എന്നാലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോരോ കാര്യങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ അറിയുന്നുണ്ട്. അപ്പം അതിന് വേണ്ടി ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടല്ലാതെ ഇത് വെറുതെ കാണിക്കണം അങ്ങനെ ആ ഒരു ഇതുകൊണ്ടല്ല. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ ആയിക്കോട്ടെ. അപ്പം നമ്മളിതാവുന്നത് എങ്ങനെ അതുപോലെ. അപ്പം നമ്മൾ ദേവീനെ തൊഴുന്ന സമയത്ത് ദേവിക്ക് നമ്മൾക്ക് പായസം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു പാല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴുകിയിട്ട് ദൈവത്തിൻ്റെ അവിടെ വയ്ക്കുക. അതുപോലെ പാല് കാച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് അല്ലെങ്കിൽ കൽക്കണ്ടം ഇട്ടിട്ട് നമ്മൾ അങ്ങനെ വെച്ച് കൊടുക്കുക ദേവിക്ക്. എന്നിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ പൂവ്, ആ തട്ടിൽ പൂവിടണം. അതുപോലെ പൂവൊക്കെ ഇട്ടിട്ട്, അതിപ്പോൾ ചുവന്ന പൂവോ മഞ്ഞളോ വെള്ളയോ അങ്ങനെ ഏതാണെങ്കിലും നമ്മളിട്ടിട്ട് പ്രാർത്ഥിക്കുന്ന ദേവി, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളിങ്ങനെ വിളക്ക് കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്ലേറ്റിൽ അല്ലെങ്കിൽ ഒരു വെറ്റില വെച്ചിട്ട് വെറ്റിലയിൽ കുങ്കുമം ഇട്ടതിന് ശേഷം വേറൊരു വെറ്റില വെച്ചിട്ട് അതിലേക്ക് ഈ കുങ്കുമം ഇങ്ങനെ ഓരോരോ നുള്ളെടുത്തിട്ട് ഏത് നമ്മൾ ദേവീനെ വിചാരിക്കുന്ന വെച്ചാൽ 108 തവണ അതിലേക്ക് ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ കുങ്കുമം നമ്മൾ ഡെയിലോ നെറ്റിയിലോ ഈ താലിയിലൊക്കെ നമ്മൾ തൊടില്ല, അതുപോലെ അല്ലെങ്കിൽ സിന്ദൂരം വെക്കുന്ന അവിടെ അല്ലെങ്കിൽ നെറ്റിയിൽ, അങ്ങനെ നമ്മൾ പെണ്ണുങ്ങൾക്ക് അത് തൊടുന്നത് നല്ലതാണ്. അപ്പം ഞാൻ പൗർണമി സമയത്ത് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഇപ്പം ദിവസം തൊടും, ചില സമയങ്ങളിൽ മറന്നു പോകും. അപ്പോൾ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ അത് തൊടുന്നുണ്ട്. അപ്പം നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യസിദ്ധി നമ്മൾക്കിത് നടക്കണം, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്കൊന്നും ശരിയാവുന്നില്ല, അയ്യോ ഭഗവാൻ എന്താ നമ്മൾക്ക് ഇത്രയും ഇത് എന്നുള്ള പോലൊക്കെ ആ ഒരു അവസ്ഥയൊക്കെ കഴിഞ്ഞ് വന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അത്രയും കഷ്ടപ്പെട്ട് ഞാനൊരു സമയത്ത് ദൈവങ്ങളെപ്പോലും ഇതാക്കിയിട്ട് എനിക്കൊരു ഗണപതി ഉണ്ടായിരുന്നു, ഒരു മണ്ണിൻ്റെ ഒരു ഗണപതി, നല്ല ഗണപതി. അപ്പം അതിന് എനിക്ക് ഭയങ്കര ഇതായിട്ട് ഞാൻ കൊണ്ട് നടന്നതായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾക്കൊരു വിഷമം എന്ന് പറയുമ്പോൾ നമുക്ക് അത് എന്താ പറയുക,
അത്ര ഒരു കഷ്ടത്തിൽ കൂടെയൊക്കെ കടന്നു പോയ ആ ഒരു സാഹചര്യം വന്നപ്പോഴേ ഞാനത് എറിഞ്ഞ് പൊട്ടിക്കേണ്ട ഒരു ഇത് വന്നു എനിക്ക്. അപ്പോഴത്തെ ആ വിഷമം എന്താ പറയുക, ദൈവങ്ങൾ എത്ര വിളിച്ചിട്ട് എനിക്ക് ഒരു ഇതും ഇല്ലാതെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു സങ്കടം വിഷമം കാരണം ഞാനത് അപ്പം എനിക്കെന്നും അത് പൊട്ടിപ്പോയപ്പോൾ ഒന്നും തോന്നിയില്ല. പിന്നെ എനിക്ക് അയ്യോ ഞാൻ എൻ്റെ ഭഗവാനെ പൊട്ടിച്ച് കളഞ്ഞല്ലോ, അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ആ ഒരു വിഷമം ഇത് ഇപ്പോഴും ഉണ്ട്. അപ്പം അതിന് ശേഷം കിട്ടിയൊരു ഗണപതിയാണ് എനിക്കിത്. അപ്പോൾ അതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾക്ക് ദൈവം എന്ന് പറയണത് എന്നും തോന്നുന്നുണ്ട്, നമ്മൾ നല്ലോണം വിളിക്കുക. അപ്പം നമുക്കൊരു സമയം ഉണ്ടാവും, നമ്മൾ കഷ്ടപ്പെടണം, നമ്മൾക്ക് അത്രയും കഷ്ടം തരും. പക്ഷെ അത്രയും കഷ്ടം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന് വിളിക്കണം. തീരെ വിളിക്കാതെ അയ്യോ ദൈവം നമുക്ക് കഷ്ടം തന്നല്ലോ എന്ന് പറഞ്ഞ് ഞാനിതുപോലെ കുറേ വിളിക്കാതെയൊക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കണം. അയ്യോ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് വിടരുത്. അപ്പോൾ നമ്മൾ വിളിക്കും തോറും നമ്മൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. അതെൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അതുപോലെ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്യുക. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും. ഇനിയിപ്പോൾ ചൊവ്വാഴ്ച ചെയ്യാൻ പറ്റിയില്ല, ഇനിയിപ്പോൾ ചൊവ്വാഴ്ച ചെയ്ത് നമുക്ക് വെള്ളിയാഴ്ച ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് പകരം ഞായറാഴ്ച. അതെന്ന് വെച്ചിട്ട് നമ്മൾ ഈ വിളക്ക് ദിവസം കത്തിക്കാൻ പാടില്ല എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം ഇനിയിപ്പോൾ അത് ദിവസം ചെയ്തിട്ട് വേറെ വല്ല പ്രശ്നം വരണ്ട. അപ്പം അതിലും നല്ലത് നമ്മൾ ഈ ചൊവ്വ വെള്ളി ഞായർ ഈ 3 ദിവസത്തിൽ 2 ദിവസം മാത്രം നമ്മൾ കത്തിക്കുക. അത് 7 മണിക്ക് അല്ലെങ്കിൽ കാലത്ത് നേരത്തെ ചെയ്യണം കേട്ടോ. ഏത് ദേവീനെ വിചാരിച്ച് ചെയ്യുന്നത് വെച്ചെങ്കിൽ എന്തായാലും മാറ്റം ഉണ്ടാവും. എനിക്ക് നല്ല ഉറപ്പുണ്ട്, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 മാസത്തിലും കൂടുതലായി, ഇത് 3-ാം മാസമാണ്. അപ്പോൾ ആ ഒരൊറ്റൊരു കാരണം കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെയൊക്കെ എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാർ, മനുഷ്യന്മാരെല്ലാം എല്ലാവർക്കും ഉണ്ടാവും. അപ്പം എന്നാലും ഭയങ്കര പ്രയാസമുള്ളവരൊക്കെ ആണെങ്കിൽ പോലും ഇതുപോലെ നമ്മൾ ഈ വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ എന്ത് കാര്യം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ കാര്യം നല്ലോണം ചെയ്യുക. അതുപോലെ ഞാൻ ഇനി വേറൊരു വീഡിയോ ഇടുന്നുണ്ട്. പക്ഷേ എനിക്കത് നടന്നതിന് ശേഷം ഞാൻ ആ ഒരു വീഡിയോയും കൂടെ ഞാൻ ഇട്ട് തരുന്നുണ്ട് കേട്ടോ. അതുപോലെ അത് നമ്മൾ മെയിൻ സ്വർണ്ണത്തിന് വേണ്ടിയിട്ടുള്ളൊരിതാണ്. അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതും നടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അത് കുറച്ചായിട്ടുള്ളൂ കേട്ടോ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത് ചെയ്തിട്ട് എനിക്ക് ഇതുപോലെ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് വെച്ചെങ്കിൽ മാത്രം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോഴെല്ലാം നിങ്ങൾക്കാണെങ്കിലും ആ ഒരു ഇതുണ്ടാവുക. അപ്പോൾ എനിക്ക് അനുഭവം ഉള്ളത് മാത്രമേ ഞാൻ ഇടുള്ളൂ കേട്ടോ. ഇതുപോലെ എന്നിട്ട് ആ വീഡിയോ ഇടുന്നുണ്ട് ഈ വീഡിയോ ഇടുന്നുണ്ട് പറഞ്ഞിട്ടൊന്നും ഞാൻ അതുപോലെ ഒന്നും ചെയ്തിടുന്നില്ല. നമ്മൾക്ക് എന്താ മാറ്റം തോന്നുന്നത്, നമുക്ക് എന്താ ഇതാവുമെന്ന് വെച്ചെങ്കിൽ അതിനുള്ളത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇടേണ്ട ഇതുപോലെ നമ്മൾ ദൈവികപരമായിട്ടുള്ളതെന്നൊക്കെ എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ചല്ല, എന്നാലും അതുപോലെ എനിക്കത് നടന്നു കഴിഞ്ഞാൽ മാത്രം ഞാൻ ആ വീഡിയോ ഇടേണ്ട എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. ട്യൂസ്ഡേ, ഫ്രൈഡേ, സൺഡേ ഈ 3 ദിവസത്തിൽ 2 ദിവസം മാത്രം നിങ്ങൾ ഈ വിളക്ക് കത്തിക്കുക. മറക്കാതെ ചെയ്ത് എന്ത് കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇനിയിപ്പോൾ പഠിപ്പിനാണെങ്കിൽ പഠിപ്പ്, ജോലിയാണെങ്കിൽ ജോലി, ഇപ്പം നമ്മൾ വീട് വെക്കുന്ന അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ല നമുക്ക് ഇത് നടക്കണം എന്ന് വെച്ചിട്ട് നമ്മൾ ഭയങ്കര ഇതായിട്ട് അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ചെയ്യാം കേട്ടോ.